ഹലോ, ഇത് ഏപ്രിൽ 15 ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. രാവിലെ തന്നെ മമ്മി പൂ പോലുള്ള നല്ല അപ്പം ഉണ്ടാക്കി തരുവാണ്. അതിൻ്റെ കൂടെ ചേച്ചി അടിപൊളിയായിട്ടൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. ഇത് കഴിഞ്ഞപ്പോൾ മമ്മി ഞങ്ങൾക്ക് വേണ്ടി ശർക്കര അടപ്പായസവും ഉണ്ടാക്കി. ഇനി ഉച്ചയ്ക്ക് കഴിക്കാനോ ഒരു ഗംഭീരമായ പ്രോൺസ് ബിരിയാണി. ഞങ്ങളുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഞങ്ങളുടെ ഫാമിലി ഒരുക്കിയായിരുന്നു. തലേദിവസം തന്നെ അവർ അടിപൊളിയായിട്ട് ബേസ്മെൻറ്റ് ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഇവരെന്തോ ഒപ്പിക്കുന്നുണ്ട് താഴേന്ന്. പക്ഷെ ഒത്തിരി സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ആൻഡ് ടു അവർ ഫാമിലീസ്. ആഫ്റ്റർ ഫൈനലി 2 years ലോങ് ഡിസ്റ്റൻസ് എല്ലാം കഴിഞ്ഞ് ഒരുമിച്ചുള്ളൊരു ജീവിതം ഞങ്ങൾ തുടങ്ങുമ്പോൾ ആനിവേഴ്സറിയും ആ സമയത്ത് എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുള്ള എല്ലാ ആനിവേഴ്സറീസും ഒരുമിച്ചാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി വിഷസ് ആൻഡ് ലവ് ഫ്രം അവർ ലവ്ഡ് വൺസ്, ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ആൻഡ് വി ആർ റിയലി സോ മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. ഞങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ്സൊക്കെ കിട്ടി. പിന്നെ ഈ ദിവസത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. സോ അവർ നാട്ടിലത് സെലിബ്രേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഒത്തിരി മിസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് April 16, മൈ ബർത്ത്ഡേ. ഈ ദിവസം പെട്ടെന്ന് പോയി. എനിക്കൊരു പുതിയ ഫോൺ കിട്ടി. അതിൻ്റെ അൺബോക്സിങ് മമ്മി അടിപൊളിയായിട്ടൊരു കേക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കി. അത് ഡെക്കറേറ്റ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻ്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തു. ഈ 2 ദിവസം അടുപ്പിച്ച് വരുന്നതുകൊണ്ട് എപ്പോഴും ഞാൻ കളിയാക്കുമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും. പിറ്റേ ദിവസം തന്നെ ഞാൻ ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ എൻ്റെ ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേ എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു